ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 2019 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2019 മാർച്ചിലെ +1 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഏതാണ്ട് 21 ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. അതിൽ 1 മാർക്ക് ഉണ്ട്, 2 മാർക്ക് ഉണ്ട്, 3 മാർക്ക് ഉണ്ട്, 4 മാർക്ക് ഉണ്ട്, 6 മാർക്ക് ഉണ്ട്, 8 മാർക്ക് ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് +1 2019 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് 1 to 4. Read the passage given below and answer the questions that follow. താഴെ തന്നിരിക്കുന്ന പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് 4 ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ 4 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാസേജ് തരും. ആ പാസേജ് അധികം പുറത്തുനിന്ന് വരുന്ന ഒരു പാസേജ് ആയിരിക്കും. നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ഒരു പാസേജ് ആയിരിക്കും. ആ പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ്. നമുക്ക് ഫസ്റ്റ് ആ പാസേജ് വായിക്കാം. Science and technology play key roles in monitoring hazards and vulnerabilities, developing an understanding of their continually changing patterns and in developing tools and methodologies for disaster risk reduction, the dissemination and application of new strategies and measures to protect lives, livelihood and property within societies experiencing dynamic change are key areas of work for the scientific and technical communities. Scientific knowledge, technical expertise, and experiences to reduce risk have to be shared and made widely available as an integral part of multidisciplinary technical cooperation. Efficient disaster reduction needs a mutually reinforcing interactions between scientists, decision makers, and informed citizens. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പാസേജ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ 1 നോക്കാം. What are the roles played by science and technology in disaster management? സയൻസും ടെക്നോളജിയും ഡിസാസ്റ്റർ മാനേജ്മെന്റ്, പ്രകൃതി ദുരന്തങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിൽ വഹിക്കുന്ന പങ്ക്, റോൾ എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് നമ്മുടെ പാരഗ്രാഫിന്റെ ആ തന്നിരിക്കുന്ന പാസേജിന്റെ ഫസ്റ്റ് 2 ലൈൻസ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി പ്ലേ കീ റോൾസ് ഇൻ മോണിറ്ററിംഗ് ഹസാർഡ്സ് ആൻഡ് വൾനറബിലിറ്റീസ്. ദേ ഡെവലപ്പ് ടൂൾസ് ആൻഡ് മെത്തഡോളജീസ് ഫോർ റിസ്ക് റിഡക്ഷൻ. സയൻസും ടെക്നോളജീസും ഹസാർഡ്സിനെയും വൾനറബിലിറ്റീസിനെയും മോണിറ്റർ ചെയ്യുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. സയൻസും ടെക്നോളജീസും ഒരുപാട് ടൂൾസും മെത്തഡോളജീസും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ട്, റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. Which are the group of people that can involve in efficient disaster management? നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ 2. ഏതൊക്കെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എഫിഷ്യന്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് ആ പാസേജിൽ നിന്ന് തന്നെ ആൻസർ കിട്ടുന്നതാണ്. സയന്റിസ്റ്റ്സ്, ഡിസിഷൻ മേക്കേഴ്സ് ആൻഡ് ഇൻഫോംഡ് സിറ്റിസൺസ്. ആരൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നത്? സയന്റിസ്റ്റ്സ്, അതുപോലെ ഡിസിഷൻ മേക്കേഴ്സ് ആൻഡ് ഇൻഫോംഡ് സിറ്റിസൺസ്. ഓക്കെ, നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് സ്പ്രെഡിങ്. സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ തന്നിരിക്കുന്ന പാസേജിൽ സ്പ്രെഡിങ് എന്ന് മീൻ വരുന്നത്, സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന, സ്പ്രെഡ് ആയിട്ട് കിടക്കുന്ന എന്നൊക്കെ. അപ്പൊ സ്പ്രെഡിങ് എന്ന് മീനിങ് വരുന്ന വേർഡ് ഏതാ? നമ്മുടെ ഈ തന്നിരിക്കുന്ന പാസേജില് ഡെവലപ്പിംഗ് എന്ന വേർഡിനാണ് സ്പ്രെഡിങ് എന്ന് നമ്മുടെ ഈ പർട്ടിക്കുലർ പാസേജിൽ മീനിങ് വരുന്നത്. സ്പ്രെഡിങ്
ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? സ്പ്രെഡിങ് എന്നാണ്. ഓക്കെ, അത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് 2019 മാർച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ 4 നോക്കാം. Pick out the word from the passage that is opposite in meaning to passive. പാസീവ് എന്ന വേർഡിന് ഓപ്പോസിറ്റ് മീനിങ് വരുന്ന ഒരു വേർഡ് നമ്മുടെ ഈ പാസേജിലുണ്ട്. ആ വേർഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ആൻസർ ഡൈനാമിക്. പാസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചേഞ്ചും ഇല്ലാത്ത. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഉള്ളത്. അപ്പോ പാസീവിന്റെ ഓപ്പോസിറ്റ് മീനിങ് ഇവിടെ വരുന്നത് ഏതാ? ഡൈനാമിക് ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ 5 നോക്കാം. ക്വസ്റ്റ്യൻ 4 വരെയാണ് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന പാസേജിനെ ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനുള്ളത്. ഇനി ക്വസ്റ്റ്യൻ 5 എന്നുള്ളത് ഒരു പോയത്തിലെ ലൈൻസ് തന്നിട്ട് അതിനെ എലാബറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. എലാബറേറ്റ് ദ ഐഡിയ ഇൻ ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം ടു സ്ലീപ്പ്. നമ്മുടെ ടു സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിലെ കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്. ആ ലൈൻസിന്റെ മീനിങ്ങും ഐഡിയയും ഒന്ന് എലാബറേറ്റ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം ഏതാണ് ആ ലൈൻസ്. Come bless the barrier between day and day, dear mother of fresh thoughts and joyous help. ഒന്നുകൂടെ വായിക്കാം. Come bless the barrier between day and day, dear mother of fresh thoughts and joyous help. ഇതാണ് ടു സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിന് നമുക്ക് തന്നിരിക്കുന്ന 2 ലൈൻസ്. ഇതിലൂടെ പോയറ്റ് നമുക്ക് കൺവേ ചെയ്യുന്ന ഐഡിയ, മെസ്സേജ് എന്തെന്നാണ് എഴുതാനുള്ളത്. അപ്പൊ എന്താ? സ്ലീപ്പ് ഈസ് ദ ബാരിയർ ബിറ്റ്വീൻ 1 day and another. ഉറക്കം എന്ന് പറയുന്നത് ദിവസങ്ങൾ തമ്മിലുള്ള ഇതിനിടയ്ക്കുള്ള ഒരു ബാരിയറാണ്. കാരണം ഇന്ന് നൈറ്റ് നമ്മൾ ഉറങ്ങുവാണെങ്കിൽ അത് ഇന്നും നാളെയും, അതായത് ഇന്നും നാളെയും 2 ദിവസങ്ങളാണല്ലോ, ഇന്നത്തെ ഒരു ബാരിയർ ആയിട്ട് നമുക്ക് സ്ലീപ്പിനെ കണക്കാക്കാം. സ്ലീപ്പ് ഈസ് ദ ഡിയർ മദർ. സ്ലീപ്പിനൊരു കമ്പയർ ചെയ്യും. സ്ലീപ്പ് പറയുന്നത് ഒരു പ്രിയപ്പെട്ട അമ്മയാണ്. അവര് നല്ല ഫ്രഷ് തോട്ട്സും ഗുഡ് ഹെൽത്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദ പോയിറ്റ് ഈസ് ഇൻവൈറ്റ് സ്ലീപ്പ് ടു കം. അതുകൊണ്ട് തന്നെ ഇവിടെ പോയിറ്റ് ഉറക്കത്തിനെ ഇൻവൈറ്റ് ചെയ്യാണ്, സ്ലീപ്പിനെ ഇൻവൈറ്റ് ചെയ്യാൻ വരാൻ വേണ്ടി. അപ്പൊ സ്ലീപ്പ് എന്ന് പറയുന്നത് 2 ഡേയ്സിന്റെ ഇടയ്ക്കുള്ള ബാരിയർ ആണ്. സ്ലീപ്പ് എന്ന് പറയുന്നത് ഫ്രഷ് തോട്ട്സും ഗുഡ് ഹെൽത്തും പീപ്പിളിന് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പോയിട്ട് സ്ലീപ്പിനെ ഇൻവൈറ്റ് ചെയ്യുക, വരാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്. അടുത്തത് ക്വസ്റ്റ്യൻ 6 ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. In the trip of Lahola, Lieutenant Mallet is seated on the aerial net between the basket and the balloon. He gets a better view of the sights beneath him. When the balloons move past the city of Paris, he gives commentary on the sights to his companions. Draft the live commentary of Lieutenant Mallet. ലെഫ്റ്റനന്റിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്പെല്ലിംഗ് അല്ല ലെഫ്റ്റനന്റിനുള്ളത്. ലെഫ്റ്റനന്റ്, കേണൽ, ഇതിനൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ആണ്. സോ നമ്മൾ സ്പെല്ലിംഗ് പഠിക്കുക തന്നെ വേണം. അപ്പൊ ഇവിടെ നമ്മുടെ ലെഫ്റ്റനന്റ് മാലറ്റിനെ പറ്റിയിട്ട് ഒരു ലൈവ് കമന്ററി ഉണ്ടല്ലോ. ഇപ്പൊ ഒരു സ്പോർട്സ് ഒക്കെ നടക്കും, നമ്മൾ കമന്ററി ഇങ്ങനെ വിളിച്ചു പറയും. അതുപോലെ ഇവിടെ ലെഫ്റ്റനന്റ് മാലറ്റിനെ പറ്റിയിട്ട് ഒരു കമന്ററി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആൻസർ നോക്കാം. ഇതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ആൻസർ: ആഫ്റ്റർ വി പാസ് ദ സിറ്റി ഓഫ് പാരീസ്, there is the plain traversed by the long roads amidst green field and black forest. The sun which was behind the clouds appears now. Now we are about to 50 meters high. The earth looks like a colored map, but the noise made there can be heard the sound of wheels rolling on the streets, the snap of a whip, the shouts of drivers, the rolling and whistling of trains, and the laughter of boys.
cry of the quail, the mewing of cats, the barking of the dogs and the lowing of cattle. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. നിങ്ങളൊന്ന് വായിക്കുക. ഒരു കമന്ററി ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ആ കമന്ററി ആണ്, അതിന്റെ ആൻസർ ആയിട്ടുള്ള കമന്ററി ഇതുപോലെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ വായിക്കുക. ആഫ്റ്റർ വി പാസ് ദ സിറ്റി ഓഫ് പാരീസ്, പാരീസ് കഴിഞ്ഞിട്ട്, പാരീസ് പാസ് ചെയ്തിട്ട് അവിടെ ഒരു പ്ലെയിൻ ഉണ്ടായിരുന്നു. പാരീസിൽ നിന്ന് ഞങ്ങൾ വന്നതിന് ശേഷം ഒരു പ്ലെയിൻ കണ്ടു. ട്രാവേഴ്സ്ഡ് ബൈ ലോങ് റോഡ്സ്. ആ പ്ലെയിൻ എന്ന് പറയുന്നത് ലോങ് ആയിട്ടുള്ള റോഡ്സിലൂടെയും അതുപോലെ തിക്കായിട്ടുള്ള ഗ്രീൻ ഫീൽഡ്സിലൂടെയും ബ്ലാക്ക് ഫോറസ്റ്റിലൂടെ ഒക്കെ പോകുന്ന ഒരു പ്ലെയിൻ ആയിരുന്നു. ദ സൺ വിച്ച് വാസ് ബിഹൈൻഡ് ദ ക്ലൗഡ്സ് അപ്പിയേഴ്സ് നൗ. അപ്പോ കാർമേഘം വന്നിട്ട് എന്തുകൊണ്ടോന്നറിയില്ല, സൺ ഉണ്ടല്ലോ, സൂര്യൻ ക്ലൗഡ്സിന്റെ ഇടയിൽ മറഞ്ഞു നിൽക്കുമായിരുന്നു. പക്ഷെ അതിപ്പോ ക്ലിയർ ആയി, അതിപ്പോ പുറത്തേക്ക് വന്നു. ബട്ട് ദ നോയ്സസ് നൗ വി ആർ അബൌട്ട് 50 meters ഹൈ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 500 മീറ്റർ ഉയരത്തിലാണ്. അപ്പൊ പ്ലെയിനിലാണ് അവരിപ്പോ ഉള്ളത്. ദ എർത്ത് ലുക്സ് ലൈക്ക് എ കളേർഡ് മാപ്പ്. 500 മീറ്റർ ഉയരത്തിൽ നിന്ന് നമ്മൾ ഭൂമിയെ നോക്കുകയാണെങ്കിൽ ഭൂമി ഒരുപാട് കളേർഡ് ആയിട്ടുള്ള, ഒരുപാട് നിറങ്ങളുള്ള ഒരു മാപ്പായിട്ട് നമുക്ക് തോന്നും. But the noises made there can be heard the sound of wheels rolling on the street. പക്ഷെ അത്ര 500 മീറ്റർ ഹൈറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് താഴെയുള്ള സൗണ്ട്സ് കേൾക്കാം. എന്തൊക്കെ സൗണ്ട്സാ കേൾക്കുന്നത്? റോളിംഗ് ഓഫ് സ്ട്രീറ്റ്സ്, വീൽസ് ഉണ്ടല്ലോ, ചക്രങ്ങള് സ്ട്രീറ്റ്സിലൂടെ റോൾ ചെയ്യുന്ന, ഉരുണ്ടു പോകുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. ദ സ്നാപ്പ് ഓഫ് വിപ്പ്, വിപ്പ് മീൻസ് ചാട്ടവാറുന്ന, വിപ്പിന്റെ സൗണ്ട് കേൾക്കാം. അതുപോലെ ദ ഷൗട്ട്സ് ഓഫ് ഡ്രൈവേഴ്സിന്റെ ഷൗട്ടിങ് സൗണ്ട് കേൾക്കാം. ദ റോളിംഗ് ആൻഡ് വിസ്ലിംഗ് ഓഫ് ട്രെയിൻസ്, ട്രെയിനിന്റെ റോളിങ്ങും അതുപോലെ തന്നെ വിസ്ലിംഗ് സൗണ്ട്, വിസിലടി ശബ്ദമൊക്കെ കേൾക്കാം. ആൻഡ് ലാഫ്റ്റർ ഓഫ് ദ ബോയ്സ്, കുട്ടികളുടെ നിലവിളികൾ, പൊട്ടിച്ചിരികൾ കേൾക്കാം. നിലവിളി അല്ലാട്ടോ, പൊട്ടിച്ചിരികൾ കേൾക്കാം. ക്രൈ ഓഫ് ദ കോയിലിന്റെ കരച്ചിൽ കേൾക്കാം. മ്യൂയിങ് ഓഫ് കാറ്റ്, പൂച്ചയുടെ മ്യാവ് എന്നുള്ള സൗണ്ട് കേൾക്കാം. ദ ബാർക്കിംഗ് ഓഫ് ഡോഗ്സ്, നായയുടെ കുരശബ്ദം കേൾക്കാം. ആൻഡ് ലോയിങ് ഓഫ് കാറ്റ്, അതുപോലെ പശുക്കിടങ്ങളുടെ അലർച്ച, ചെറിയ അലർച്ചയും നമുക്ക് ഇത്രയും 500 മീറ്റർ ഹൈറ്റിൽ നിന്ന് കേൾക്കാം. ഇത്രയാണ് ആ കമന്ററി. ഒന്ന് നോക്കി വെച്ചോ. അപ്പോ 2019 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എഡിറ്റ് ചോദിച്ച കമന്ററി എഴുതി. നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ പാസേജ് ഗിവൺ ബിലോ കണ്ടെയ്ൻസ് എ ഫ്യൂ എറേഴ്സ്, എഡിറ്റ് ദ പാസേജ്. താഴെ തന്നിരിക്കുന്ന പാസേജ് എന്ന് പറഞ്ഞാൽ അതിനൊരു കുഴപ്പമുണ്ട്. അതിൽ ഒരുപാട് എറേഴ്സ് ഉണ്ട്, തെറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പാസേജിനെ എഡിറ്റ് ചെയ്യണം. അപ്പൊ ഇതൊരു എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പാസേജ് തരും, ആ പാസേജിൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്സോ അല്ലെങ്കിൽ വേർഡ്സിന്റെ V1 V2 ഫോം, V1 V2 V3 ഫോം വ്യത്യാസമോ അല്ലെങ്കിൽ ടെൻസിലെ വ്യത്യാസമോ ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ആ പാസേജിനെ എഡിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന പാസേജ് നോക്കാം. Manipur is a land of several possibility, especially for adventurous activities. The topography of Manipur offers opportunities for caving, rafting, paragliding, rock climbing, and windsurfing. Shiruri Hills is one of the most famous treks in Manipur, and nature lovers throng the roads leading in the range during the Shiruri Lily Festival. അപ്പൊ മണിപ്പൂരിനെ പറ്റിയിട്ട്, മണിപ്പൂരിന്റെ സവിശേഷതകളെ പറ്റിയിട്ടുള്ള ഒരു പാരഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് തെറ്റുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതില് ഒരു 6 തെറ്റുകളോളം നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും.
ഫസ്റ്റ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിപ്പൂർ ഈസ് എ ലാൻഡ് ഓഫ് സെവറൽ പോസിബിലിറ്റി. അതാണ് ഫസ്റ്റ് എറർ. പോസിബിലിറ്റി എന്നുള്ള വേർഡ് തന്നെ അവിടെ തെറ്റാണ്. നമ്മൾ ശരിക്കും സെവറൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട്. അത് ഒരു പ്ലൂറൽ ആയിട്ടുള്ള നൗണാണ്. പ്ലൂറൽ ആയിട്ടുള്ള ഒരു സാധനത്തിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, പ്ലൂറൽ ആയിരിക്കും. പക്ഷെ ഇവിടെ പോസിബിലിറ്റി എന്നുള്ളത് സിംഗുലർ ആണ്. സോ നമ്മൾ പോസിബിലിറ്റിയുടെ പ്ലൂറൽ വേണം ഇവിടെ യൂസ് ചെയ്യാൻ. അപ്പൊ അതാണ് ഫസ്റ്റ് എറർ. പോസിബിലിറ്റി പോസിബിലിറ്റീസ് ആവും. സാധ്യത എന്നുള്ളത് സാധ്യതകൾ ആവും. സെവറൽ ഒരുപാട് സാധ്യതകൾ, അല്ലാതെ ഒരുപാട് സാധ്യത എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. ഒരുപാട് സാധ്യതകൾ. അതുകൊണ്ട് സെവറൽ പോസിബിലിറ്റീസ് എന്നാണ് ഇവിടെ കറക്റ്റ്. അപ്പൊ നമ്മള് ഫസ്റ്റ് എറർ എന്ന് പറയുന്നത് ഈ പോസിബിലിറ്റി എന്നുള്ള വേർഡാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എറർ എന്താന്ന് നോക്കാം. അടുത്ത എറർ എന്ന് പറയുന്നത് എക്സ്പെഷ്യലി ഫോർ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്. അത് ഓക്കെയാണ്. ദ ടോപ്പോഗ്രഫി ഓഫ് മണിപ്പൂർ ഓഫർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ കാർവിംഗ്. ഇവിടെ ഓഫർ എന്നുള്ള വേർഡ് ഏതാണ്, ഓഫർ. ഓഫർ എന്നുള്ളത് ഓഫേഴ്സ് എന്നാവും കേട്ടോ. ഓഫർ ഓഫേഴ്സ് ആവും, പോസിബിലിറ്റി പോസിബിലിറ്റീസ് ആവും, ഓഫർ ഓഫേഴ്സ് ആവും. പിന്നെ പറയാനുള്ളത്, അപ്പൊ നമ്മൾ 2 എറർ കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തേന്ന് പറയുന്നത് എന്താ, റാഫ്റ്റിംഗ് പാരഗ്ലൈഡിങ്. റാഫ്റ്റിംഗ് പാരഗ്ലൈഡിങ് എന്നുള്ളത് ഒറ്റ വേർഡല്ല, 2 വേർഡാണ്. റാഫ്റ്റിങ്ങും പാരഗ്ലൈഡിങ്ങും 2 വേർഡാണ്. സോ നമ്മൾ അതിനെ 2 കോമ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യണം. റാഫ്റ്റിംഗ് കോമ പാരഗ്ലൈഡിങ് അങ്ങനെയാണ് വരിക. റാഫ്റ്റിംഗ് കോമ പാരഗ്ലൈഡിങ്. റോക്ക് ക്ലൈംബിംഗ് ആൻഡ് വിൻഡ് സർഫിംഗ്. ഓക്കെ, അപ്പോൾ ആ സെന്റൻസ് ഇങ്ങനെയാണ് വരുന്നത്. ദ ടോപ്പോഗ്രഫി ഓഫ് മണിപ്പൂർ ഓഫേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ കേവിംഗ്, റാഫ്റ്റിംഗ്, പാരഗ്ലൈഡിംഗ്, റോക്ക് ക്ലൈംബിംഗ് ആൻഡ് വിൻഡ് സർഫിംഗ്. അതാണ് ഇതിന്റെ കറക്റ്റ് സെന്റൻസ്. നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. ഷിരൂരി ഹിൽസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ട്രെക്സ് ഇൻ മണിപ്പൂർ. മണിപ്പൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ട്രെക്ക് എന്ന് പറയുന്നത് ഷിരൂരി ഹിൽസ് ആണ്. ഓക്കെ, ഷിരൂരി ഹിൽസ്. അപ്പൊ ആൻഡ് നാച്ചർ ലവേഴ്സ് ത്രോങ് ദ റോഡ്സ് ലീഡിങ് ഇൻ എ റേഞ്ച് ഡ്യൂറിങ് ദ ഷിരൂരി ലിലി ഫെസ്റ്റിവൽ. അപ്പൊ നമുക്ക് അടുത്ത എറർ എന്ന് കാണുന്നത് എന്താ, നാച്ചർ ലവേഴ്സ്. നാച്ചുറൽ ലവേഴ്സ് എന്നുള്ളത് 2 വേർഡല്ല. നാച്ചുറൽ ലവേഴ്സ് പ്രകൃതി സ്നേഹികൾ, അത് ഒറ്റ വേർഡാണ്. അതുകൊണ്ട് നമ്മൾ ആ നാച്ചുറൽ ലവേഴ്സിന്റെ ഇടയ്ക്ക് ഒരു ഐഫൺ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു ഐഫൺ ഇട്ട് കൊടുക്കണം. നാച്ചുറൽ ലവേഴ്സ് അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഐഫൺ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ആ വേർഡ് കറക്റ്റ് ആവുന്നത്. അപ്പോ നാച്ചുറൽ ലവേഴ്സ് നമ്മള് അതിന്റെ ഇടയ്ക്ക് ഒരു ഐഫൺ ഇട്ട് കൊടുക്കണം. പിന്നെ അടുത്ത എറർ എന്ന് പറയുന്നത് ത്രോങ്. ത്രോങ് എന്നുള്ളതിന്റെ ലവേഴ്സ് ത്രോങ്. ത്രോങ് എന്നുള്ളത് തെറ്റായിട്ടുള്ളതാണ്. ഇവിടെ സ്പെല്ലിങ്ങിലുള്ള ഡിഫറൻസ് ആണ്. ഇവിടെ THRONG ആണ് സ്പെല്ലിങ് പാസേജിൽ കൊടുത്തിരിക്കുന്നത്. ശരിക്കുള്ള സ്പെല്ലിങ് THORNG ആണ്. ദ റോഡ്സ് ലീഡിങ് ഇൻ എ റേഞ്ച് ഡ്യൂറിങ് ദ ഷിരൂരി ലിലി ഫെസ്റ്റിവൽ. ലീഡിങ് ഇൻ എന്ന് പറയില്ല നമ്മൾ എപ്പോഴും, ലീഡിങ് ടു ദ. അപ്പൊ ഇന്നുള്ള പ്രിപ്പോസിഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെ ടു എന്നുള്ള പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ നോക്കിയതിലുള്ള എറർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോസിബിലിറ്റീസ് ആവും, പോസിബിലിറ്റീസ് ആവും, അതുപോലെ ഓഫേഴ്സ് ആവും, പിന്നെ റാഫ്റ്റിംഗ് പാരഗ്ലൈഡിങ് 2 വേർഡാണ്, അതുകൊണ്ട് കോമട്ട് സെപ്പറേറ്റ് ചെയ്യണം. പിന്നെ നാച്ചുറൽ ലവേഴ്സ് അതിന്റെ ഇടയ്ക്ക് ഒരു ഐഫൺ ആഡ് ചെയ്യണം. ത്രോങ്ങിന്റെ സ്പെല്ലിങ് ഡിഫറെന്റ് ആണ്. പിന്നെ ലീഡിങ് ഇൻ അല്ല, ലീഡിങ് ടു ആണ്. അപ്പൊ ഇത്രയാണ് ഈ പാസേജിലുള്ള എറേഴ്സ്. നമ്മൾ അതിനെ എഡിറ്റ് ചെയ്തിട്ട് കറക്റ്റ് ഫോം ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. Your class is conducting a debate on the topic.
Walking is a noble and virtuous task. Write 2 arguments, one in favor of it and other opposing it. അപ്പൊ നമ്മുടെ ക്ലാസ് ഒരു ഡിബേറ്റ് സംവാദം സംഘടിപ്പിക്കുകയും എന്ന ടോപ്പിക് വാക്കിംഗ് ഈസ് നോബിൾ ആൻഡ് വിർച്വസ് ടോക്ക്. നടത്തം, അതായത് വാക്കിംഗ് എന്നുള്ളത് നോബിളും വിർച്വസും ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഇതിനെ കുറിച്ച് ഈ ഒരു സെന്റൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആർഗ്യുമെന്റ്സ് ക്ലാസ്സിൽ ഡിബേറ്റ് ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഓപ്പോസ് ചെയ്യുന്ന ഈ സ്റ്റേറ്റ്മെന്റിനെ ഓപ്പോസ് ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റും എഴുതണം. അപ്പൊ നമ്മൾ 2 ആർഗ്യുമെന്റ് എഴുതണം, ഒന്ന് ഓപ്പോസിറ്റും ഒന്ന് ഫേവറബിളും. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ എന്ന് പറയുന്നത് ഫോർ വാക്കിംഗ് ഈസ് എ നോബിൾ ആൻഡ് വിർച്വസ് ടാസ്ക് because it helps us to improve our health, enjoy the beauty of nature and see life very closely. വാക്കിംഗ് എന്ന് പറയുന്നത് നോബിളും വിർച്വസും ആയിട്ടുള്ള ടാസ്ക് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനും നാച്ചുറിന്റെ ബ്യൂട്ടിയെ എൻജോയ് ചെയ്യാനും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് സീ ലൈഫ് വെരി ക്ലോസ്ലി, അതുപോലെ ജീവിതങ്ങൾ വളരെ അടുത്ത് കാണാനും വാക്കിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നേച്ചറിന്റെ ബ്യൂട്ടി, പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ജീവിതങ്ങൾ വളരെ അടുത്ത് കാണാനും വാക്കിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വാക്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ടുള്ള ആർഗ്യുമെന്റ് ഇതാണ്. ഇനി നമ്മൾ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വാക്കിംഗ് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ആർഗ്യുമെന്റ് വേണം. ആ ആർഗ്യുമെന്റ് ആണ് വാക്കിംഗ് ഈസ് വേസ്റ്റ് ഓഫ് ടൈം. നടത്തം എന്ന് പറയുന്നത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആണ്. നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാണ് നടത്തം എന്ന് പറഞ്ഞിട്ട്. ആസ് യു ക്യാൻ യൂസ് എനർജി യു സ്പെൻഡ് in walking to do some other jobs in the house or in the garden. നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വാക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം വേസ്റ്റ് ഓഫ് ടൈം ആണ്. ആ ടൈം നമ്മൾ ഗാർഡനിങ്ങിലോ അതുപോലെ തന്നെ വീട്ടിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നതാണ്. അതിലും നടക്കുന്ന ടൈം നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്. Some people think walking makes them look like VIPs. ചിലര് ചിന്തിക്കുന്ന എന്താ, നടന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ VIP പോലെ, അതായത് ഭയങ്കര VIP സ്റ്റാറ്റസ് ഉള്ള ഒരാളാവുന്ന. who have a lot of leisure time. നമുക്ക് അത് ഒക്കെ ഒരു വേസ്റ്റ് ഓഫ് ടൈം. വാക്കിംഗ് എന്നുള്ളത് വേസ്റ്റ് ഓഫ് ടൈം ആണെന്നാണ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. അതിന് ഫേവറബിൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ് എന്താന്ന് വെച്ചാൽ വാക്കിംഗ് നമ്മുടെ ഹെൽത്തിനെയും അതുപോലെ തന്നെ നാച്ചുർ ബ്യൂട്ടി എൻജോയ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ ആൻസർ. ഇനി നമുക്ക് 9 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യന് നോക്കാനുള്ളത്. ആൻസർ is 6 ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മള് 9 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 6 ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ചോയ്സ് തന്നിട്ടുണ്ട്. ചോയ്സ് 6 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി 9 മുതൽ 15 വരെയുള്ളതിൽ. ഈച്ച് ഇൻ അബൌട്ട് 60 വേർഡ്സ്. വെറും 60 വേർഡ്സിലാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യേണ്ടത്. 60 വേർഡ്സ് നമ്മുടെ പേജിന്റെ ഒരു എത്തിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഒരു പേജിൽ പുറം എഴുതുവാണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ 4 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻ. 9 മുതൽ 15 വരെയുള്ള 6 ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ സെക്ഷനിലും എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് കൊണ്ട് എഴുതാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ മാർക്ക് ചെയ്തിടണം. അപ്പൊ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 9.
The details of ECG Sudarshan's life and achievements are given below. Read them carefully and prepare a profile. ECG സുദർശൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കുറച്ച് ഡീറ്റെയിൽസ്, അച്ചീവ്മെന്റ്സും ലൈഫിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ പ്രൊഫൈല് ചരിത്രം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് 10th മുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരാളുടെ ഡീറ്റെയിൽസ്, ലൈഫ് അച്ചീവ്മെന്റ്സിനെ ഒക്കെ പറ്റി ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ ഒരു പ്രൊഫൈൽ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് അറിയാം. അപ്പൊ നമുക്ക് നോക്കാം ഡീറ്റെയിൽസ് തന്നിരിക്കുന്നതെന്ന്. അപ്പൊ ECG സുദർശനെ പറ്റിയിട്ട് ഇത്ര ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ബർത്ത് എന്ന് പറഞ്ഞാൽ അയാൾ ജനിച്ചിട്ടുള്ളത് 16th September 1931 പല്ലം, കേരളം. കേരളത്തിലെ പല്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത് 1931 16-ാം തീയതി സെപ്റ്റംബറിനാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. എഡ്യൂക്കേഷൻ CMS കോളേജിൽ നിന്നും, കോട്ടയത്ത് CMS കോളേജിൽ നിന്നും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നുമാണ് അദ്ദേഹം എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത്. കരിയർ അയാളൊരു തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് ആയിരുന്നു. അതുപോലെ അയാളുടെ കോൺട്രിബ്യൂഷൻസ്, സയൻസിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്? ഒപ്റ്റിക്കൽ കൊഹറൻസ്, സുദർശൻ ഗ്ലാബർ റെപ്രസെന്റേഷൻ, V-A തിയറി. ഇത്രയൊക്കെയാണ് അയാൾ സയൻസിൽ കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻസ്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന അവാർഡ്സ്, പത്മവിഭൂഷൺ കിട്ടിയണു, CV രാമൻ അവാർഡ് കിട്ടിയണു, അതുപോലെ മജോറാന പ്രൈസും കിട്ടിയിട്ടുണ്ട്. പിന്നെ 2018 മെയ് 13-ാം തീയതി അദ്ദേഹം മരിച്ചു. 1931 ജനിച്ചിട്ട് 2018 അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് പ്രൊഫൈൽ, ECG സുദർശനെ പറ്റിയിട്ട് പ്രൊഫൈൽ എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊഫൈൽ എഴുതേണ്ടത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ECG സുദർശൻ was born 60 September 1931. അപ്പൊ ബോൺ ഓൺ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡേറ്റും മന്തും ഇയറുമാണ് നമുക്ക് തന്നിരിക്കുന്നത് എങ്കിൽ നമ്മൾ ഹി വാസ് ബോൺ ഓൺ, ആ ഡേറ്റ്, മന്ത്, ഇയർ അങ്ങനെ എഴുതണം. അഥവാ നമുക്ക് അയാൾ ജനിച്ച ഇയർ മാത്രമാണ് തന്നിരിക്കുന്നത് എങ്കിൽ ഹി വാസ് ബോൺ ഇൻ എന്ന് ഇൻ അവിടെ കൊടുക്കേണ്ട പ്രൊപ്പോസിഷൻ ഇൻ ആണ്, ഓൺ അല്ല. ഓൺ എന്നുള്ളത് മന്തും ഇയറും ഡേറ്റും വരുമ്പോഴും, ഇൻ എന്നുള്ള പ്രൊപ്പോസിഷൻ ഇയർ മാത്രം വരുമ്പോഴും. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സുദർശൻ വാസ് ബോൺ ഓൺ 60 September 1931 അറ്റ് പല്ലം ഇൻ കേരള. കേരളത്തിലെ പല്ലത്തിലാണ് ജനിച്ചിട്ടുള്ളത്. ഹി സ്റ്റഡീഡ് അറ്റ് CMS കോളേജ് കോട്ടയം ആൻഡ് ആൾസോ അറ്റ് ദ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ്. അല്ലെങ്കിൽ ഹി കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം CMS കോളേജ് കോട്ടയം ആൻഡ് ആൾസോ അറ്റ് ദ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് എന്നാണ് എഴുതാൻ. ഹി വാസ് എ തിയററ്റിക്കൽ ഫിസിസിസ്റ്റ്. അദ്ദേഹം ഒരു തിയറിസ്റ്റിക്കൽ ഫിസിസിസ്റ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അത് ഇങ്ങനെ എഴുതാം, ബൈ പ്രൊഫഷൻ ഹി വാസ് എ തിയററ്റിക്കൽ ഫിസിസിസ്റ്റ്. ഹി വർക്ക്ഡ് ആസ് എ പ്രൊഫസർ അറ്റ് ദി യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ്. ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹി ഹാസ് മെയ്ഡ് വാല്യുബിൾ കോൺട്രിബ്യൂഷൻസ് ടു ദ സയന്റിഫിക് ഫീൽഡ്. സയന്റിഫിക് ഫീൽഡിൽ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. He has been credited with numerous contributions to the field of theoretical physics, including optical coherence, Sudarshan global representation, and V-A theory, among others. He received many awards. He won several awards, like എന്ന് പറഞ്ഞിട്ട് അവാർഡ്സിന്റെ പേര് കൊടുക്കാം. അപ്പൊ ഇവിടെ he received many awards which included Padma Vibhushan, CV Raman Award and the Majorana Prize. He died on 30 May 2008. ഇത്രയാണ് നമ്മൾ ECG സുദർശന് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് എഴുതാവുന്ന ഒരു പ്രൊഫൈൽ. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. എന്താ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇവിടെ ഓണ് വന്നത്? സാധാരണ നമ്മൾ ഇന്ന് കൊടുത്ത് കാണാറുണ്ട്. എന്താണ് പറഞ്ഞിട്ടുണ്ട്.
ഇയർ മാത്രം തന്നിട്ടുള്ളത് എങ്കിൽ മുന്നേ നമ്മൾ ഇന്നും ഡേറ്റും മന്തും അതുപോലെ തന്നെ ഇയറും തന്നിരിക്കുന്നെങ്കിൽ ഓണും നമ്മൾ ആഡ് ചെയ്യണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question 10. Gady Maupassant and his fellow travelers are impressed by their journey in Lihalla. ലിഹല്ലയ്ക്കുള്ള ജേർണി അവർ ഒരുപാട് ഇംപ്രസ് ചെയ്യിപ്പിച്ചു. They decided to felicitate Captain Jovis for making their journey in a hot air balloon a memorable one. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ജോവിസിന് നന്ദി അറിയിക്കണമെന്ന് അവര്, കാരണം ആ ജേണിക്ക് അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് ക്യാപ്റ്റൻ ജോവിസ്. അപ്പൊ അദ്ദേഹത്തിന് ഇവരുടെ നന്ദി അറിയിക്കണം എന്ന് അവർക്കുണ്ടായിരുന്നു. കാരണം ആ ജേണി മെമ്മറബിൾ ആക്കി തീർക്കാൻ അവരെ സഹായിച്ചത് ക്യാപ്റ്റൻ ജോവിസ് ആണ്. അപ്പൊ ഡ്രാഫ്റ്റ് എ ഫെസിലിറ്റേഷൻ സ്പീച്ച്. അപ്പൊ നമ്മൾ ക്യാപ്റ്റൻ ജോവിസിനുള്ള ഒരു സ്പീച്ച്, അദ്ദേഹത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു സ്പീച്ച് എഴുതണം. അതാണ് ഇവിടെ ഗേഡി മോപ്പസന്റിന് നമ്മുടെ ക്യാപ്റ്റൻ ജോസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഒരു സ്പീച്ച് എഴുതണം, നന്ദി പറയാൻ വേണ്ടിയിട്ട്. ആ സ്പീച്ച് നമ്മളോട് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ എഴുതണ്ടേ. ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഒരു അഭിസംബോധന കൊടുത്തിട്ട് വേണം തുടങ്ങാൻ. ഓക്കെ ഫ്രണ്ട്സ്, എയർ ബലൂൺ ലാ ഹൊർല എ മെമ്മറബിൾ വൺ. നമുക്ക് വായിച്ചാൽ തന്നെ മീനിങ് കിട്ടുന്നതാണ്. നമ്മൾ ഇന്നിവിടെ അസംബിൾ ചെയ്തിരിക്കുന്നത്, ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ക്യാപ്റ്റൻ ജോവിസിന് നമ്മുടെ നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഒരു ഹോട്ട് എയർ ബലൂണിൽ നമ്മളുടെ സഞ്ചരിപ്പിച്ച്, അതായത് ഒരു ഹോട്ട് എയർ ബലൂണിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യിച്ച് നമ്മുടെ ജേർണി നമുക്ക് മെമ്മറബിൾ ആക്കി തീർക്കും. In fact, I was a bit scared in the beginning as it was my first trip in a hot air balloon. ആ ഒരു ഹോട്ട് എയർ ബലൂണിൽ ഞാൻ ആദ്യമായിട്ട് സഞ്ചരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ തുടക്കത്തിൽ ഞാൻ സ്കെയർഡ് ആയിരുന്നു, എനിക്ക് അത്യാവശ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു. But the trip of La Jolla was indeed a memorable one. പക്ഷെ ആ ഭയത്തെ മാറ്റി നിർത്തുവാണെങ്കിൽ ആ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മെമ്മറബിൾ, ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. The takeoff was quite smooth and so was the landing. ടേക്ക് ഓഫും സ്മൂത്ത് ആയിരുന്നു, ലാൻഡിങ്ങിനെ പോലെ തന്നെ ടേക്ക് ഓഫും വളരെ സ്മൂത്ത് ആയിരുന്നു. During the trip we could see such fine sights and hear fine sounds. ആ ജേർണി അല്ലെങ്കിൽ ആ ജേർണിയിലുടനീളം നമ്മൾ ഫൈൻ ആയിട്ടുള്ള, വളരെ മൃദുവായിട്ടുള്ള സൗണ്ടും കാഴ്ചകളും കണ്ടിട്ടുണ്ടായിരുന്നു. പാരീസ് ലുക്ക് ബ്യൂട്ടിഫുൾ ഫ്രം ദ സ്കൈ. ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ, കാരണം അവര് ഹോട്ട് എയർ ബലൂണിലാണല്ലോ പോകുന്നത്, അവിടെ നിന്ന് നോക്കുമ്പോൾ പാരീസ് ഭയങ്കര ഭംഗിയുള്ള സ്ഥലമായിരുന്നു. സിറ്റി ലുക്ക് ഡാർക്ക് ബ്ലൂയിഷ് പാച്ച് cut by street. അപ്പൊ ആ സിറ്റി സവിശേഷതകളാട്ടോ പറയുന്നത്. The domes, towers, steeple, etc. made exquisite pictures. The earth looked like a colored map. The noises made there could be heard. The sound of wheels rolling on the streets, the snap of it, the shouting drivers and shouting sound, the roaring and whistling sounds. അപ്പൊ ആ ജേർണി വളരെ മനോഹരായിരുന്നു. അപ്പൊ അതില് അവര് എൻജോയ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ സ്പീച്ചിൽ പറയേണ്ടത്. അപ്പൊ അവര് ഒരുപാട് നോയ്സസ് കേട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ നോയ്സസ് ആണെന്ന് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ ലാഫ്റ്റർ ഓഫ് ദ ബോയ്സ്, ക്രൈ ഓഫ് ദ ക്വയൽ, the mewing of cats, the barking of dogs and the lowing of cats. ഇത്രയും സൗണ്ട് അവർ ആ ഹോളിലൂടെ സഞ്ചരിക്കുന്നു. On the whole, I should say that
It was the most enjoyable and exciting trip I ever had in my life. Thank you, Captain Jovis. Thank you very much. You are a real captain. ഇത്രയാണ് നമ്മുടെ സ്പീച്ച്. അപ്പൊ നമ്മുടെ സ്പീച്ച് നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ 10 ഒരു പുറം എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഒരു പുറം എഴുതി മാർക്ക് കിട്ടില്ല. അതിൽ കണ്ടന്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ 4 മാർക്കും കിട്ടിയിരിക്കും. My dear friends, today we have assembled here to felicitate Captain Jovis for making our journey in the hot air balloon La Jolla a memorable one. In fact, I was a bit scared in the beginning. It was my first trip in a hot air balloon. The trip of La Jolla was indeed a memorable one. The takeoff was quite smooth and so was the landing. During the trip, we could see such fine sights and hear fine sounds. Paris looked beautiful from the sky. The city looked a dark bluish patch cut by its streets. The domes, towers, steeple, etc. made exquisite pictures. The earth looked like a colored map, but the noise made there could be heard. The sound of wheels rolling on the streets, snap of a wheel, the shout of drivers, howling and whistling of fans. അപ്പോൾ ആ ജേർണിയുടെ ഇടയ്ക്ക് അവർ കേൾക്കുന്ന സൗണ്ടാണ് ഇനി പറയുന്നത്. And the laughter of boys, cry of the choir, mew of cats, the barking of dogs and the lowing of cattle. On the whole, I should say that it was the most enjoyable and exciting trip I ever had in my life. Thank you, Captain Jovis. Thank you very much. You are a real captain. ഇതാണ് ആ ഫെസിലിറ്റേറ്റ് സ്പീച്ച് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഈ ഫോർമാറ്റ് ഒക്കെ ഒന്ന് നിങ്ങൾ എഴുതി അല്ലെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 9 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 6 മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി കേട്ടോ. അത് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ ഓർത്ത് വെക്കണം. ഇപ്പൊ നമ്മൾ അതിൽ ഒരു 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. ഇനി നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ക്വസ്റ്റ്യൻ 11. Go to the woods and hills, not ears, dim the sweet look that nature views. What was the sweet look? What had captured H.W. Longfellow's attention? അപ്പൊ നമ്മുടെ ഈ ലൈൻസ് എന്നുള്ളത് നമ്മുടെ സൺസെറ്റ് ഓൺ ദ ഹിൽസ്, H.W. ലോങ്ഫെല്ലോ എഴുതിയിട്ടുള്ള സൺസെറ്റ് ഓൺ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിലെ ലൈനാണ്. അപ്പോ ഈ പോയത്തില് നമ്മുടെ ലോങ്ഫെല്ലോ യൂസ് ചെയ്തിട്ടുള്ള ഇമേജറിയെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫ്, ഇമേജറി, ബ്യൂട്ടിഫുൾ ഇമേജസ് യൂസ് ചെയ്തിട്ടാണ് ഈ പോയം ലോങ്ഫെല്ലോ എഴുതിയിട്ടുള്ളത്. അപ്പൊ ആ ഇമേജറി, അയാളുടെ യൂസ് ഓഫ് ഇമേജറിയെ പറ്റിയിട്ടാണ് ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. The imagery in the poem is superb. ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇമേജറി എന്ന് പറയുന്നത് വളരെ സൂപ്പർബാണ്. The sky was glorious with the rays of the rising sun. ഉദിച്ചു വരുന്ന സൂര്യന്റെ കിരണങ്ങൾ ഏറ്റിട്ട് സ്കൈ, ആകാശം മുഴുവൻ ഗ്ലോറിയസ് ആണ്, വളരെ തിളക്കമുള്ളതാണ്. The forests were brightened. ഈ സണ്ണിന്റെ പ്രകാശം കൊണ്ട് ഫോറസ്റ്റ്, കാടുകൾ ബ്രൈറ്റൻഡ് ആയി, തിളക്കമേറി കാടുകൾക്ക്. Many peaks with their sharp spear-like projections could be seen. On the cliff, a dark pine moved in the wind. അപ്പൊ സൺറൈസിന്റെ ടൈമിൽ ഉണ്ടായ ചേഞ്ചസ്, നാച്ചുറൽ ഉണ്ടായ ചേഞ്ചസിന്റെ ഇമേജറിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജറി യൂസ് ചെയ്തിട്ടാണ് ലോങ്ഫെല്ലോ തന്റെ സൺസെറ്റ് ഓൺ ദ ഹിൽസ്
പോയം എഴുതിയിട്ടുള്ളത്. നമ്മൾ പോയം എടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയാം ഒരുപാട് ബ്യൂട്ടിഫുൾ. ആ പോയം വായിച്ചാൽ തന്നെ നമുക്കറിയാം ഒരുപാട് ബ്യൂട്ടിഫുൾ ഇമേജറീസ്. ആ പോയം വായിക്കുമ്പോൾ ഒരുപാട് നല്ല കാഴ്ചകൾ നമ്മളുടെ മനസ്സിൽ കടന്നു പോകും. ഒരുപാട് നല്ല കാഴ്ചകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പോയാണത്. അപ്പൊ ആ ഇമേജറി, യൂസ് ഓഫ് ഇമേജറിയെ പറ്റിയിട്ടാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. On the cliff, a dark pine moved in the wind. The river was flowing, and sometimes its water was darkened by the shade cast by the forest. A bird flew upward in a spiral way, making a lot of noise. Smoke came out from the huts in the wooded valley through the thick-leaved branches. അപ്പൊ ഇത്രയാണ് ഇമേജറി. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇമേജറിയെ പറ്റിയിട്ട് നമുക്ക് ഇത്രയാണ് എഴുതാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് ചോദിച്ചിട്ടുള്ള ഒരുപാട് ലോങ് എസ്സേസ് നമ്മൾ ഷോർട്ട് ആൻസേഴ്സ് ലോങ് എസ്സേസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഷോർട്ട് ആൻസറും അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ഒരു പാരഗ്രാഫിനെ ബേസ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യസ് അംബീഷ്യസ് സെക്കൻഡ് ലൂണാർ മിഷൻ. ഇത് ചാന്ദ്രയാൻ 2ന്റെ വിക്ഷേപണത്തെ പറ്റിയിട്ടുള്ള ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, ഒരു പാസേജ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത് ടെക്നോളജി മാനേജ്മെന്റിലെ ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് പങ്കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. രണ്ടും പുറത്തുനിന്ന് ടെക്സ്റ്റ് ഒന്നും പുറത്തായിരുന്നു. ഈ പാസേജിനെ ബേസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. India's ambitious second lunar mission, Chandrayaan 2, suffered a temporary setback in the early hours of Monday, with the launch of the rocket being aborted 56 minutes before the scheduled liftoff. The mission was aimed at putting a rover on the moon's south pole, where no country has gone before. The launch is called off due to a SAM. It is not possible to make the launch within the window. The launch schedule will be announced later. Okay. അപ്പൊ നമുക്കൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ 1-2 തവണ വായിക്കണം. എന്നിട്ട് അതിന്റെ മീനിങ് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ പാരഗ്രാഫിനെ നമ്മൾ 1-2 തവണ വായിച്ച് മീനിങ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ നന്നായിട്ട് നമ്മുടെ മീനിങ് കിട്ടുന്നത് വരെ വായിക്കണം. അല്ലാതെ ഒരു വഴിയില്ല. അല്ലെങ്കിൽ നമുക്ക്
അതിനെ ബേസ് ചെയ്ത് ഇപ്പൊ ഒരു പാരഗ്രാഫിനെ ബേസ് ചെയ്ത് ഒരു 6 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം സ്കിപ്പ് ചെയ്യേണ്ടി വരും, ഇതിന്റെ മീനിങ് കറക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഒന്നുകൂടി പാരഗ്രാഫ് വായിക്കാം. India's ambitious second lunar mission, Chandrayaan-2, suffered a temporary setback in the early hours of Monday, with the launch of the rocket being aborted 56 minutes before the scheduled liftoff. The mission was aimed at putting a rover on the moon's south pole, where no country has gone before. The launch is called off due to a sun. It's not possible to make the launch within the window. The launch schedule will be announced later. Okay. ഇത്രയാണ് നമ്മുടെ പാരഗ്രാഫ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് എ വേർഡ് ഇൻ ദ റിപ്പോർട്ട് വിച്ച് മീൻസ് ടു കോസ് സംതിങ് ടു സ്റ്റോപ്പ് ഓർ ഫെയിൽ ബിഫോർ ഇറ്റ് ബിഗിൻസ്. അപ്പോ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിന് മുന്നേ തന്നെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിട്ട് ആ കാര്യം മുടങ്ങിപ്പോവുക. അതായത് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിട്ട് ഒരു കാര്യം അത് തുടങ്ങുന്നതിന് മുന്നേ സ്റ്റോപ്പ് ചെയ്യുക. ഇതുമായിട്ട് മീനിങ് വരുന്ന ഒരു വേർഡ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്താനാണ് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് ഈ വേർഡുമായിട്ട് ടു കോസ് സംതിങ് ടു സ്റ്റോപ്പ് ഓർ ഫെയിൽ ബിഫോർ ഇറ്റ് ബിഗിൻസ്, ഈ മീനിങ് വരുന്ന ഒരു വേർഡ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആൻസർ. ആൻസർ അബോട്ട് ഓർ കാൾഡ് ഓഫ് അല്ലെങ്കിൽ അബോട്ട് എന്നുള്ളതാണ് ഇതിന് മീനിങ് ആയിട്ട് വരുന്നത്. കണ്ടോ, റോക്കറ്റ് ബീയിങ് അബോട്ടഡ്, റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് മുന്നേ സ്റ്റോപ്പായി. അതുപോലെ തന്നെ ലോഞ്ച് ഈസ് കാൾഡ് ഓഫ്, ആ ചാന്ദ്രയാന്റെ ലോഞ്ചും തുടങ്ങുന്നതിന് മുന്നേ തന്നെ സ്റ്റോപ്പായി. അപ്പോ ഈ കോൾ ഓഫ് അതുപോലെ തന്നെ അബോട്ട് എന്നീ വേർഡ്സിനാണ് ഈ മീനിങ് വരുന്നത്. വാട്ട് വാസ് എയിം ഓഫ് ചന്ദ്രയാൻ? ചന്ദ്രയാന്റെ എയിം, ലക്ഷ്യം എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ മിഷൻ വാസ് എയിംഡ് അറ്റ് പുട്ടിങ് എ റോവർ ഓൺ ദ മൂൺ. മൂണില് ഒരു റോവർ പുട്ട് ചെയ്യുക എന്നുള്ളത്, ഒരു റോവർ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ചന്ദ്രയാൻ 2ന്റെ മെയിൻ എയിം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് എ സ്യൂട്ടബിൾ ഹെഡ്ലൈൻ ഫോർ ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെഡ്ലൈൻ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഈ റിപ്പോർട്ട്, ഈ പെർട്ടിക്കുലർ റിപ്പോർട്ട് വായിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈറ്റിൽ അതിനെ സജസ്റ്റ് ചെയ്യണം. അതിന്റെ മീനിങ്ങുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു ടൈറ്റിൽ വേണം നമ്മൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ. അത് ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ചിരിക്കും. ഞാൻ കൊടുക്കുന്ന ടൈറ്റിൽ ആയിരിക്കില്ല നിങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് അതിന് ടൈറ്റിൽ കൊടുക്കാനും അല്ലെങ്കിൽ ഒരു മീനിങ് എന്നിട്ട് ഈ മീനിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വേർഡ് അതിൽ നിന്ന് സെലക്ട് ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതും ഒരു പാസേജിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആ പാസേജ് എന്താണെന്നൊന്ന് വായിക്കാം. Surely he could reach them without flying if he could only move northwards along the cliff face. But then on what could he walk? There was no ledge, and he was not a fly, and above him he could see nothing. The precipice was sheer, and the top of it was perhaps farther away than the sea beneath him. ഒന്നുകൂടെ വായിക്കാം. Surely he could reach them without flying if he could only move northwards along the cliff face. But then on what could he walk? There was no ledge, and he was not a fly, and above him he could see nothing. The precipice was sheer, and the top of it was perhaps farther away than the sea beneath him. ഇതാണ് അപ്പൊ നമ്മുടെ പാസേജ് തന്നിരിക്കുന്ന പാസേജ് എന്ന് പറയുന്നതാണ്. നിങ്ങൾ ഒന്നുകൂടെ വായിക്കും.
ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വാട്ട് ഡസ് ദ വേർഡ് precipice മീൻ? precipice എന്നുള്ളത് എന്താണ്? precipice എന്നുള്ള വേർഡ് നമുക്ക് ഇവിടെ കാണാം, കണ്ടോ? precipice എന്ന വേർഡിന്റെ മീനിങ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. precipice എന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ക്ലിഫ് ആണ്. ക്ലിഫ്, ഒരു ഉയർന്ന വെരി സ്റ്റീപ്പ് റോക്ക് ഫേസ്, അതായത് വളരെ ഉയരമുള്ള ഒരു റോക്ക്, ക്ലിഫ് എന്നൊക്കെയാണ് precipiceന്റെ മീനിങ്. അപ്പൊ precipice എന്ന് പറഞ്ഞാല് ക്ലിഫ് എന്നാണ് മീനിങ് വരുന്നത്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Why could the seagull not succeed in his attempt? ഇവിടെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും, ഈ തന്നിരിക്കുന്ന പാസേജ് ഉണ്ടല്ലോ, ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ സോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലെ, ആ പാഠഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാല് അതില് ആ സീകളില് മദർ സീകളില് തന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് പറക്കാൻ പഠിപ്പിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാം. ഒരു സീന്റെ ഷോറിൽ വെച്ചിട്ട് അവര് കുട്ടികൾക്ക് പറക്കാൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വൈ കുഡ് ദ സീഗൾ നോട്ട് സക്സീഡ് ഇൻ ഹിസ് അറ്റംപ്റ്റ്? അപ്പോ അതിൽ ഒരു സീകളില് രണ്ട് സീകളിന്റെ കുട്ടികളാണുള്ളത്. അതിലൊരു കുട്ടി നന്നായിട്ട് പറക്കുകയും മറ്റേ കുട്ടിക്ക് തന്റെ ഫ്ലൈറ്റ് തുടങ്ങാൻ, അതിന് പറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഐ വിൽ ഫ്ലൈ എന്നുള്ള പാഠഭാഗത്ത് നിന്നുള്ള, അപ്പൊ അതിന് പറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ആ സീകളിന്. അപ്പൊ അങ്ങനെ വരാനുള്ള റീസൺ എന്താ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ സീകളിന് അതിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റില് സക്സീഡ് ചെയ്യാൻ, വിജയിക്കാൻ പറ്റാഞ്ഞത് എന്തുകൊണ്ട് എന്നാണ്. അപ്പോ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ദ സീഗൾ കുഡ് നോട്ട് സക്സീഡ് ഇൻ ഹിസ് അറ്റംപ്റ്റ്. ആ സീകളില് അതിന്റെ പരിശ്രമത്തില് വിജയിച്ചില്ല. ബിക്കോസ് ഹി കുഡ് നോട്ട് ഫ്ലൈ, അതിന് പറക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് തന്നെ അത് അതിന്റെ അറ്റംപ്റ്റില് സക്സീഡ് ആയില്ല. ദർ വാസ് നോ ലെഡ്ജ് ടു വാക്ക് ഓൺ, അതിന് നടക്കാൻ അവിടെ ഒരു ലെഡ്ജ് ഇല്ലായിരുന്നു. ആ ലെഡ്ജ് ഇല്ലാത്തത് കൊണ്ടാണ് അതിന് പറക്കാൻ സാധിക്കാഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ആ പാരഗ്രാഫിനെ ബേസ് ചെയ്ത്, സോറി ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്യാൻ യു ഫൈൻഡ് എനി സിമിലാരിറ്റി ബിറ്റ്വീൻ ദ എക്സ്പീരിയൻസ് ഫേസ്ഡ് ബൈ ദ സീഗൾ ആൻഡ് ദ എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്? അപ്പൊ ഇവിടെ സീഗളിന്റെ എക്സ്പീരിയൻസുമായിട്ട് സാമ്യമുള്ള എന്തെങ്കിലും ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ സീഗള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് അറ്റംപ്റ്റിന് ശേഷമാണ് അത് ഉയരങ്ങളിലേക്ക് പറക്കുന്നത്. അതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റും സെക്കൻഡ് ഫ്ലൈറ്റും എല്ലാം എന്താ ഭയങ്കര ഫ്ലോപ്പ് ആയിട്ട്, അത് പിന്നീടാണ് തനിക്ക് പറന്നേ പറ്റൂ എന്നുള്ള ആഗ്രഹം വന്നിട്ടാണ് അത് പിന്നെ ആ സീകളിൽ പറക്കുന്നത്. അതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് തവണ തോറ്റുപോയിട്ടുള്ള സിറ്റുവേഷനിൽ പിന്നീട് നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ ശ്രമിച്ചിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ഒക്കെ ഫെയിൽ ആയിട്ട് ഒരുപാട് തവണ നമ്മൾ വിജയിച്ച ഒരു സിറ്റുവേഷൻ, ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ, ഓരോരുത്തരുടെ ലൈഫിലുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മൾ ഇല്ലെങ്കിലും ഉണ്ടാക്കി എഴുതണം. എക്സാമിനൊക്കെ ചോദിച്ചു മോഡലാണ് ഞാൻ, അത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോ അങ്ങനെ എക്സാം ചോദിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എഴുതാനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് നല്ലത്. ഇത് ഏതായാലും ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് ചെയ്തിട്ട് ഇതെല്ലാം. അപ്പൊ നമുക്ക് അങ്ങനെ അത്തരത്തിലൊരു എക്സ്പീരിയൻസ് എന്റെ ലൈഫിലും ഉണ്ടായിട്ടൊന്നുമില്ല. സോ നമുക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റിയൊരു എക്സ്പീരിയൻസ്. Yes, I can find a lot of similarity between experience by the seeker and the experience. When I was about 3, my mother would eat some delicious thing on a high table.
She wanted me to reach it by climbing on the stair nearby. I was to climb, but slowly I overcome fear and placed on the table. Without any courage, challenge them to do things to give them confidence. അപ്പൊ അത്രയാണ് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാനുള്ളത്. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ റഡ്യാർഡ് കിപ്ലിംഗ്സ്. നാലാമത്തെ ക്വസ്റ്റ്യൻ റഡ്യാർഡ് കിപ്ലിംഗിന്റെ ഇഫ് എന്ന പോയത്തെ ബേസ് ചെയ്തിട്ട്, കിപ്ലിംഗിന്റെ ഇഫ് എന്ന പോയം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോയാണ് ഇഫ് എന്ന പോയത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് റുഡ്യാർഡ് കിപ്ലിംഗിന്റെ. ഷുഡ് ബി വൺസ് ആറ്റിറ്റ്യൂഡ് ടു എക്സ്പെക്ട് അൺഎക്സ്പെക്ടഡ് ലോസ്. വാട്ട് അക്കോർഡിംഗ് ടു റുഡ്യാർഡ് കിപ്ലിംഗ് should be one's attitude to unexpected loss? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന് നമ്മൾ എലാബറേറ്റ് ചെയ്യണം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ എലാബറേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ പോയറ്റ്, അതായത് ഇവിടെ പോയറ്റ് എന്ന് പറയുന്നത് റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. റഡ്യാർഡ് കിപ്ലിംഗ് എന്നാണ് ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ. പക്ഷെ എല്ലാവരും പൊതുവെ നമ്മൾ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ റുഡ്യാർഡ് കിപ്ലിംഗ് എന്നാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ റഡ്യാർഡ് കിപ്ലിംഗ് എന്നാണ്. One's attitude to loss should be one of indifference. Triumph and tragedies are part of life. അതായത് ലൈഫിൽ ഒരു തവണ തോൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ് ലൈഫിൽ തോറ്റു പോവുക എന്നുള്ളത്. ട്രിയംഫ് ആൻഡ് ട്രാജഡീസ്, ട്രിയംഫും ട്രാജഡീസും, അതായത് നിരാശകളും ട്രാജഡികളും ഉണ്ടാവുക എന്ന് പറയുന്നത് ലൈഫിന്റെ പാർട്ടാണ്. വി ഷുഡ് നോട്ട് ബി ഓവർജോയ്ഡ് അറ്റ് ദ സക്സസസ് ആൻഡ് നോട്ട് ഡിജക്റ്റഡ് അറ്റ് ദ ഫെയിലിയേഴ്സ്. നമ്മൾ ഒരിക്കലും നമ്മളുടെ വിജയങ്ങളിൽ ഓവർജോയ് ചെയ്യാൻ പാടില്ല, അമിതമായിട്ട് സന്തോഷിക്കാൻ പാടില്ല. അതുപോലെ നമ്മുടെ നിരാശകളിൽ അല്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഒരിക്കലും ഡിജക്റ്റഡ് ആവരുത്. വൻ നിരാശയിലൊന്നും എത്തിച്ചേരാനും പാടില്ല. ഇഫ് യു ഹാപ്പൻ ടു ഹാവ് എ ലോസ്, ഡോണ്ട് ടെൽ എനിവൺ. നിങ്ങൾക്ക് ഒരു ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ആരോടും പറയണ്ട, ആരും അറിയാണ്ടിരിക്കാൻ ശ്രമിക്കുക. അക്സെപ്റ്റ് ഇറ്റ് വിത്ത് ഫോർട്ടിറ്റ്യൂഡ് ഉപയോഗിച്ചിട്ട് ആ ലോസിനെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ ലോസ് ഒന്നും മറ്റുള്ളവരെ അറിയിക്കാതെ നമ്മൾ അതിന് സ്വയം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അങ്ങനെയാണ് ഇവിടെ റുഡ്യാർഡ് കിപ്ലിംഗ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2 ക്വസ്റ്റ്യനും കൂടെ ഒരു 3-4 ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 5ാമത്തെ ക്വസ്റ്റ്യൻ എന്നല്ല കേട്ടോ. കാരണം നമ്മളിപ്പോ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു 15 ക്വസ്റ്റ്യനും പിന്നെ നമ്മൾ ഒരു പാരഗ്രാഫ്, ഒരു പാസേജ് മാത്രം തന്നിട്ടുള്ള ക്വസ്റ്റ്യനും നോക്കി. അതിനുശേഷം നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് വാസ് ദ എസൻസ് ഓഫ് ഗാന്ധിസ് ടീച്ചിങ്? നമ്മള് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറഞ്ഞിട്ടുള്ള പാഠഭാഗം പഠിച്ചതാണ്. അപ്പൊ നമ്മള് പഠിച്ചതാണ് ഗാന്ധിയുടെ ടീച്ചിങ്ങിന്റെ എസൻസ് എന്താണ്, അതായത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ടീച്ചിങ്ങിന്റെ എസൻസ് എന്തൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആൻസർ ജസ്റ്റ് വായിക്കാം. The essence of Gandhi's teaching was fearlessness and truth. ഗാന്ധിയുടെ ടീച്ചിങ്ങിന്റെ എസൻസ് എന്ന് പറയുന്നത് ഫിയർലെസ്നെസ്, പേടിയില്ലാത്തൊരവസ്ഥയും സത്യവുമാണ്. അതായത് ഭയമില്ലാത്ത ഒരു ടീച്ചിങ് ആയിരുന്നു ഗാന്ധിയുടെ ടീച്ചിങ്. ഹി വാണ്ടഡ് ആൾ ആക്ഷൻസ് ടു ബി കൺട്രോൾഡ് ബൈ ദീസ് വാല്യൂസ് സോ ആസ് ടു ഹെൽപ്പ് ദ കോമൺ പീപ്പിൾ. ഫിയർലെസ്നെസ്സും ട്രൂത്തും ഉപയോഗിച്ചിട്ട് എല്ലാ ആക്ഷൻസിനെയും കൺട്രോൾ ചെയ്യണം, കോമൺ പീപ്പിളിനും അത് സാധിക്കണം എന്നതായിരുന്നു ഗാന്ധിജിക്ക് വേണ്ടിയിരുന്നത്.
എന്ന ആവശ്യമാണ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. He also said that people should not be exploited, especially the peasants and the workers, as such exploitation resulted in poverty and misery. അദ്ദേഹം പറയുന്നത് എന്താ? ആളുകളൊന്നും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല, ചൂഷണം ചെയ്യപ്പെടരുത്. പ്രത്യേകിച്ച് കർഷകരും അതുപോലെ പണിക്കാരും, കർഷകരും പണിക്കാരും ഒരിക്കലും ചൂഷണം ചെയ്യാൻ പാടില്ല. കാരണം ഈ സച്ച് എക്സ്പ്ലോയിറ്റേഷൻസ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ പോവേർട്ടി റിസൾട്ട് ചെയ്യുക, പോവേർട്ടിയും അതുപോലെ തന്നെ മിസറി, ദുരിതവും അതുപോലെ തന്നെ ക്ഷാമവും. ക്ഷാമം, പട്ടിണിയിലേക്കുമാണ് അത്തരം എക്സ്പ്ലോയിറ്റേഷൻസ് കർഷകരെ എന്താ ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Elaborate the ideas in the following lines. Following lines-ൽ കൊടുത്തിരുന്ന ഐഡിയാസിനെ എലാബറേറ്റ് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻസ്. അത് നമ്മുടെ ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിലെ ലൈൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. Glories of our blood and state are shadows, not substantial things. There is no armor against fate. ഇത് ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞ പോയത്തിലെ ലൈൻസ് ആണ്. പിന്നെ അതിൽ എലാബറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങളൊരു 1 സൈഡ് എങ്കിലും ആൻസർ എഴുതണം. ഞാനിവിടെ ഒരു ചെറിയ ജിസ്റ്റ്, ആൻസറിന്റെ ഒരു ചെറിയ ജിസ്റ്റ് മാത്രമാണ് കൊടുക്കുന്നത്. The glories of our blood and state are shadows. They are not concrete things. There is no protection against fate. Death lays his cold hands even on kings, as they too will have to lie down in the same place where the poorest people lie. Death is a leveler. അപ്പൊ പറയുന്നത് എന്താ? മരണം എന്നുള്ളത് പുവർ പീപ്പിളിനായാലും റിച്ച് പീപ്പിളിനായാലും എന്താ സെയിം ആണ്. എല്ലാവരെയും ഒരേപോലെ ഒരേ നിലയിലാക്കുന്നത് മരണമാണ്. എല്ലാവരും തുല്യരാകുന്നത് മരണത്തിലാണ്. കാരണം ഒരു നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മരണമായാലും പുവർ ആയിട്ടുള്ള വ്യക്തിയുടെ മരണമായാലും മരണം എന്ന് പറയുന്നത് ആ 2 വ്യക്തികളെയും തുല്യരാക്കുക ചെയ്യുന്നത്. കാരണം മരണത്തിലൂടെ നമുക്ക് വേറെ ഒന്നും നേടാനില്ല. അതുകൊണ്ട് മരണം എന്നത് ഒരു റിച്ച് ആയിട്ടുള്ള ആൾക്കും സെയിം തന്നെയാണ്. അതാണ് ആ ലൈനിൽ കൊടുത്തിരിക്കുന്ന മീനിങ്. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഷോർട്ട് ആക്കി പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എലാബറേറ്റ് ചെയ്ത് തന്നെ പറയാം. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഈ ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ ലൈനിൽ കൊടുത്തിരിക്കുന്ന, അതായത് ഡെത്ത് ലൈസ് കിങ്സ്, അതിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അവിടെ കൊടുത്തിരിക്കുന്നത് പേഴ്സണൽ റോബറായിട്ടോ അതായത് ഒരു മോഷ്ടാവായിട്ടോ കൊലപാതകിയായിട്ടോ ആണ് ഇവിടെ പേഴ്സണിഫൈ ചെയ്യുന്നത്. കാരണം മോഷണം, കൊലപാതകം ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത് മനുഷ്യരാണ്. ഡെത്തിന് ആട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇവിടെ പേഴ്സണിഫിക്കേഷൻ. ഇനി നമുക്ക് ഒരു 7 നമുക്ക് ഈ സെക്ഷൻ നമ്മുടെ പ്രൈസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അല്ലെ. ആ സ്റ്റോറിയിലെ അപ്രീസിയേഷൻ, ആ സ്റ്റോറിയുടെ ഒരു അപ്രീസിയേഷൻ ആണ്. അതും കൂടെ നോക്കിയിട്ട് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന സ്റ്റോറിയുടെ അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് അതും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ സെക്ഷൻ മൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. അപ്പൊ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നറിഞ്ഞ് സ്റ്റോറിയെ കുറിച്ചൊരു അപ്രീസിയേഷൻ എഴുതാൻ പറഞ്ഞ ഈ മോഡലിൽ അപ്രീസിയേഷൻ എഴുതണം. നമുക്കിപ്പോ ലൈൻ ബൈ ലൈൻ മീനിങ് പറയാനൊന്നും ടൈമില്ല. സോ നമുക്ക് ജസ്റ്റ് വായിച്ചു പോവാം. അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ബൈ പ്രഭാത് കുമാർ. പ്രഭാത് കുമാറിന്റെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ആട്ടോ. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ബൈ പ്രഭാത് കുമാർ Mughalodhyay is an excellent story in which the hopes and aspirations
Aspirations of pupil are treated in an exquisite manner. Mr. Gupta meets a young girl named Alice Margaret Clifford, called Maggie, in a restaurant. She is a poor girl and lives with her widowed mother. Their house is a very small one in a crowded area. It has hardly any furniture. The carpet is torn. Her mother makes cakes for a living. Maggie works as a typist in the civil service stores. She is happy to know that Gupta is an Indian. Her brother Francis, who was in the British Army, had died in India. She wants Gupta to place some flowers on the grave of her brother. Is it impossible for her to go to India as she has no money? Maggie and her mother, like many of their countrymen, have strange notions about India. Maggie has heard that many Indians have magic powers and there are a lot of snakes and tigers everywhere. She also heard that there are dangerous fevers that are fevers there that kill people. Gupta gives her an explanation about India and Indians, telling her that India is a beautiful country. While talking with Gupta, Maggie said she wanted to grow up. Then she would get better pay. Now she can't even afford to eat her lunch every day in a restaurant. She has to walk home as she has no money to pay the fare. She did not like her professor as it was very mechanical. She wanted some work that needed the house of the use of her brain. She wanted to be a secretary like any other young person. She too has her hopes and aspirations to live a better life. We can only wish her well. When Gupta was about to go to India, Maggie gave him a shilling to buy flowers to be placed on her brother. To earn a shilling, she had to work very hard. It shows how much she loved her brother. We feel sad that she and her mother have no money to visit the grave of Frank. അപ്പൊ ഇത്രയാണ് പ്ലേസ് ഓഫ് ഫ്ലവേഴ്സിന്റെ അപ്രീസിയേഷൻ ആയിട്ട് വരുന്നത്. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസും ആൻസറും ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ 2019 മാർച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലെ 11 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാസേജ് ക്വസ്റ്റ്യൻ അതിന് ബേസ് ചെയ്തു. പിന്നീട് ക്വസ്റ്റ്യനോളം നമ്മളെ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാം നല്ല വൃത്തിക്ക് അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലോണം മനസ്സിലാക്കിയിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ ബൈ.